മഹാരാജൻ, ഇവർ രണ്ടുപേരും കൂടി മോശമായ ഉദ്ദേശത്തോടുകൂടി ഈ സ്ത്രീയെ ഇന്നലെ രാത്രിയിൽ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. നാം നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീയോടും ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ അനുവദിക്കില്ല. ഒരു സ്ത്രീയുടെയും അഭിമാനം കൊണ്ട് കളിക്കുവാനുള്ള അധികാരം ആർക്കുമില്ല. ഇവരെ രണ്ടുപേരെയും തെരുവീതിയിൽ കെട്ടിയിട്ട് ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും കൊണ്ട് ഇവരുടെ ജീവൻ പോകുന്നതുവരെയും കല്ലെറിയണം. അങ്ങനെ അവരെ കൊന്നുകളയണം. ഞങ്ങളോട് ക്ഷമിക്കണം മഹാരാജൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഉജ്ജയിനിയിലെ രാജാവ് ചക്രവർത്തി വിക്രമാദിത്യൻ വളരെയധികം ന്യായപ്രിയനും ബുദ്ധിമാനും ശക്തിശാലിയും ആയിരുന്നു. അദ്ദേഹത്തിന് നായാട്ടിന് പോകുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ മൃഗങ്ങളെ വേട്ടയാടുവാനായി പോകുമായിരുന്നു. ചക്രവർത്തി വിക്രമാദിത്യൻ തൻ്റെ പ്രജകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദുരിതങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അവരെ അതിൽ നിന്നും രക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നും രാവിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് മുൻപിൽ പലരും എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ കൊണ്ടുവന്നു കൊടുക്കുമായിരുന്നു. രാജാവ് അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. പ്രണാമം ഋഷി മഹാരാജ. ഇത് അങ്ങേക്കു വേണ്ടിയാണ് മഹാരാജൻ. ഇതെന്താണ്? ഈ ഫലത്തിൽ നിന്നും ഇത്ര ഭംഗിയുള്ള തത്വം എങ്ങനെ വന്നു? നാം ആരുടെയും കയ്യിൽ നിന്നും ഇത്ര വില കൂടിയ ഉപകാരങ്ങൾ സ്വീകരിക്കാറില്ല. അങ്ങ് ആരാണ്? കാലഭൈരവൻ എന്നാണ് എൻ്റെ പേര്. ഈ രത്നം ഞാൻ അങ്ങേക്കൊരു ഉപകാരത്തിന് പകരമായി തന്നതാണ് വിക്രമാദിത്യരാജൻ. ഇതിനു പകരമായി അങ്ങേക്ക് എന്താണ് വേണ്ടത്? അങ്ങ് പറയൂ, നാം അത് അങ്ങേക്ക് തീർച്ചയായും തരും. അതിനു പകരമായി എനിക്ക് താങ്കളുടെ ഒരു രാത്രിയാണ് വേണ്ടത് വിക്രമാദിത്യ മഹാരാജൻ. അടുത്ത അമാവാസി രാത്രിയിൽ അങ്ങ് കാട്ടിനുള്ളിലുള്ള പഴയ കോട്ടയിൽ എന്നെ കാണുവാനായി എത്തണം. ചക്രവർത്തി വിക്രമാദിത്യൻ ഋഷിയോട് അദ്ദേഹത്തിൻ്റെ ആവശ്യം നടത്തി കൊടുക്കാമെന്ന് സമ്മതിച്ചു. പിന്നീട് അദ്ദേഹം അമാവാസി രാത്രിയിൽ കാലഭൈരവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ കാലഭൈരവൻ ഒരു ഭയാനക രൂപത്തിൽ ഏതോ ഒരു അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറെ അധികം മനുഷ്യ അസ്ഥികൂടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ പിശാചുകളുടെയും ശബ്ദം കേൾക്കാമായിരുന്നു. പക്ഷേ രാജാ വിക്രമാദിത്യന് ഒട്ടും തന്നെ ഭയം തോന്നിയില്ല. അദ്ദേഹം കാലഭൈരവന്റെ അരികിലിരുന്നു കൊണ്ട് ചോദിച്ചു, പറയൂ ഋഷി, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്നും 5000 കാതം ദൂരത്തിലുള്ള കൊടുങ്കാട് താണ്ടി പോകുമ്പോൾ ഒരു ശ്മശാനമുണ്ട്. അതിൻ്റെ നടുവിലായി ഒരു ആൽവൃക്ഷവും. ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ഒരു ജഡം തൂങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങത് എനിക്ക് വേണ്ടി എടുത്തുകൊണ്ടുവരണം. കാലഭൈരവന്റെ വിചിത്രമായ ആവശ്യം കേട്ട് രാജാ വിക്രമാദിത്യന് സംശയമുണ്ടായി. അദ്ദേഹം ഋഷിയോട് ജഡം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷേ സന്യാസി മറുപടി പറയുവാൻ കൂട്ടാക്കിയില്ല. വിക്രമാദിത്യൻ സംശയങ്ങളുമായി ആ കൊടുങ്കാട് കടന്ന് ശ്മശാനത്തിന്റെ നടുവിലുള്ള ആൽമരത്തിന്റെ ചുവട്ടിലെത്തി. ആൽവൃക്ഷത്തിന്റെ കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ജഡത്തെ കണ്ടു. ആരാണ് നീ? ഞാൻ വേതാളമാണ്. പക്ഷേ നീ ആരാണ്? ജഡം ചിരിക്കുന്നതും സംസാരിക്കുന്നതും കണ്ടിട്ട് വിക്രമാദിത്യൻ ഭയന്നില്ല. അദ്ദേഹം ജഡം പിടിച്ചു വലിച്ച് നിർബന്ധപൂർവം തൻ്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് കാലഭൈരവന്റെ അരികിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടില്ല നീ ആരാണെന്ന്. പിന്നെ എന്നെ നീ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നാം രാജാ വിക്രമാദിത്യനാണ്. കാലഭൈരവന്റെ ആവശ്യപ്രകാരമാണ് നാം നിന്നെ കൊണ്ടുപോകുന്നത്. ഇദ്ദേഹം വളരെ ശക്തിശാലിയായ മനുഷ്യനാണെന്ന് തോന്നുന്നു. ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് കാലഭൈരവനെ വകവരുത്തും. എന്താണ് നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ? എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. അതെ, ഇങ്ങനെ മിണ്ടാതെ നടക്കുവാനാണോ തീരുമാനം? എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയൂ.
ഇയാളെന്താ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ? അതെ, നിങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഇത്രയും ദൂരമുള്ള യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒടുവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. പക്ഷേ അഥവാ ഞാൻ കഥ മുഴുവനും പറഞ്ഞു തീരുന്നതിന് മുൻപ് നിങ്ങൾ എന്തെങ്കിലും പറയുകയോ ഹാ എന്ന ശബ്ദങ്ങൾ പോലും ഉണ്ടാക്കുകയോ ചെയ്താൽ ഞാൻ തിരികെ ആൽമരത്തിലേക്ക് പോകും. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ തിരികെ പോകും. മാത്രമല്ല, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നില്ലെങ്കിൽ നിങ്ങളുടെ തല 1000 കഷണങ്ങളായി പൊട്ടിത്തെറിക്കും. രാജാ വിക്രമാദിത്യൻ നടന്നുകൊണ്ട് തന്നെ തലകുലുക്കിക്കൊണ്ട് സമ്മതം മൂളി. അപ്പോൾ വേതാളം കഥ പറയുവാൻ തുടങ്ങി. വിക്രം, നിങ്ങൾ ഒരു അച്ഛൻ തൻ്റെ മകളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ കഥ കേട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ ഈ കഥ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.